മറൈൻ ഫിഷറീസ് ആൻഡ് സീ ഫുഡ് പ്രോസസ്സിങ്ങിലെ മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന നാലാമത്തെ യൂണിറ്റാണ്. ഈ യൂണിറ്റിൻ്റെ പേര് ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ ഇൻ ഫിഷ് പ്രോസസ്സിംഗ് പ്ലാന്റ്സ് എന്നാണ്. നമ്മൾ കഴിഞ്ഞ യൂണിറ്റുകളിൽ കണ്ടുകഴിഞ്ഞ ഒരു കാര്യമാണ് ബാക്ടീരിയയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ബാക്ടീരിയ നമ്മുടെ സീ ഫുഡിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ദൂഷ്യഫലങ്ങളെ പറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഹസാർഡ്സിനെയും നമ്മൾ സീ ഫുഡിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയില്ലെങ്കിൽ, പ്രിവെന്റ് ചെയ്ത് മാറ്റി നിർത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ സീ ഫുഡിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. കാരണം ഇത് ഒരു ഫിഷ് പ്രോസസ്സിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുഡ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റുകൾ, ഫിഷറി പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന യൂണിറ്റുകളാണ്. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ പൊതുജനങ്ങളിൽ എത്തുമ്പോൾ അത് സേഫ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം എത്തേണ്ടത്. അതുകൊണ്ട് ആ ഒരു ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഫാക്ടറിയിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഹൈജീൻ അറ്റ്മോസ്ഫിയറിൽ, അല്ലെ നല്ലൊരു വൃത്തി ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാക്കപ്പെടുന്ന പ്രോഡക്റ്റുകൾ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് എൻ പ്രോഡക്റ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. കൂടാതെ എന്തെങ്കിലും തരത്തിലുള്ള പാത്തോജൻസ് ഇതിൽ അകപ്പെട്ടു പോവുകയാണെങ്കിൽ അത് നമ്മുടെ എൻ പ്രോഡക്റ്റ് തന്നെ നമ്മൾ നശിപ്പിക്കേണ്ട ഒരുപാട് നഷ്ടം ഉണ്ടാകുന്നു. ഒരു വലിയൊരു സീ ഫുഡ് ഫാക്ടറിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഈ എൻ പ്രോഡക്റ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹസാർഡ്സ്, എസ്പെഷ്യലി ബാക്ടീരിയ, മൈക്രോബിയൽ ലോഡ്സ് ധാരാളമായി ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് റിജക്ട് ചെയ്യാം. അപ്പോൾ കോടിക്കണക്കിന് രൂപ എസ്പെഷ്യലി എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ നഷ്ടം ഉണ്ടാകുന്നു. അപ്പോൾ എൻ പ്രോഡക്റ്റ് നഷ്ടമുണ്ടാകുകയും പിന്നെ അത് നമ്മുടെ ആ ഫാക്ടറിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, എൻ പ്രോഡക്റ്റിൽ ഉണ്ടാകുന്ന ഈ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ ഹൈജീനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക. ഹൈജീനിക് പേഴ്സണൽ ഹൈജീനും ഫാക്ടറി ഹൈജീനും ഒരേ രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് പൊതുജനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഈ യൂണിറ്റിൽ ഹൈജീനിക് പ്രാക്ടീസസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഏത് രീതിയിലുള്ള ഹൈജീനിക് പ്രാക്ടീസ് ആണ്, എസ്പെഷ്യലി പേഴ്സണൽ ഹൈജീൻ ആൻഡ് ഫാക്ടറി ഹൈജീൻ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രോസസ്സിംഗ് പ്ലാന്റ് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാംസ് ആണ്. അതായത് ഹൈജീനിക് പ്രാക്ടീസസ് നല്ല രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ്, ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് പ്രോഗ്രാംസ് ആണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ദാറ്റ്സ് GMP and SSOP. GMP means good manufacturing practices and SSOP means sanitation standard operating procedures. ഈ രണ്ട് കാര്യങ്ങളും കോറിലേറ്റഡ് ആയിട്ടാണ് ഇത് പ്രവർത്തിച്ച് പോകുന്നത്. ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് എന്തുകൊണ്ടെന്ന് നമുക്ക് നോക്കാം. ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിനുള്ള നല്ലൊരു ഉൽപാദന രീതി നമുക്ക് ഫാക്ടറിയിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ലൊരു രീതിയിൽ, അതായത് സുരക്ഷിതമായ രീതിയിൽ ഒരു പ്രോഡക്റ്റ്, ഫിഷറി പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിനായി ഫാക്ടറിയിൽ നാം പാലിക്കേണ്ട പ്രതിരോധ സംവിധാനങ്ങൾ, എന്തിൻ്റെ എതിരായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ ഉൾപ്പെടെയുള്ള ഹസാർഡ്സിനെ എതിർത്ത് നിർത്തുന്നതിനുള്ള പ്രതിരോധ സംവിധാനങ്ങളും എന്താണ്, പിന്നെ ഒപ്പം കൺട്രോൾ മെഷേഴ്സുമാണ് ഈ ഒരു നിയന്ത്രണ സംവിധാനം. കൺട്രോൾ മെഷേഴ്സും നിയന്ത്രണ സംവിധാനങ്ങളുമാണ് GMPയിൽ നാം പ്രതിപാദിക്കുന്നത്. അതെന്താണ്, സുരക്ഷിതമായ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരിപാലിക്കേണ്ട പെർമനന്റ് കൺട്രോൾ മെഷേഴ്സും പ്രിവെന്റീവ് മെഷേഴ്സും, ശക്തമായ ഒരു പ്രിവെന്റീവ് മെഷേഴ്സും, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, നത്തിങ് ബട്ട് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത്. അത് നമ്മുടെ സീ ഫുഡ് എക്സ്പോർട്ടിംഗ് ഫാക്ടറിയിൽ സാധാരണ നമ്മൾ ഫോളോ ചെയ്യുന്ന GMP റെഗുലേഷൻസ് ഉണ്ട്. ആ GMP റെഗുലേഷൻസിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ഒന്ന് പേഴ്സണൽ, രണ്ട് ബിൽഡിംഗ് ആൻഡ് ഫെസിലിറ്റീസ്, മൂന്ന് പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസ് കൺട്രോൾ. ഈ മൂന്ന് ഏരിയസ് ആണ് നമുക്ക് GMP റെഗുലേഷൻസിൽ നമുക്ക് പ്രധാനമായിട്ടും പരിശോധിക്കാനുള്ളത്. ഇനി ഒന്നാമത് നമുക്ക് പേഴ്സണൽ എന്നുള്ള ഭാഗം നമുക്ക് നോക്കാം. പേഴ്സണൽസിൽ രണ്ട് സബ് ഹെഡിംഗ് ആണുള്ളത്. രണ്ട് പ്രധാന ഏരിയസ് ആണ് പേഴ്സണൽസിലുള്ളത്. ഒന്ന് ഡിസീസ് കൺട്രോൾ. ഡിസീസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഫാക്ടറിയിൽ നമ്മൾ കഴിഞ്ഞ യൂണിറ്റുകളിൽ പഠിച്ചതാണ്, മിക്ക ബാക്ടീരിയകളുടെയും പ്രൈമറി ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് ആണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇൽനെസ്, അസുഖമോ ഏതെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വൂൺസ് ഉള്ളതോ ആയിട്ടുള്ള എന്തെങ്കിലും രോഗം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ആൾക്കാരെ ഒരു കാരണവശാലും സീ ഫുഡ് എക്സ്പോർട്ടിംഗ്
പ്ലാന്റിലേക്ക് ഇത് സീ ഫുഡ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അനുവദിക്കരുത്. ഷുഡ് ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദ പ്രോസസിംഗ് പ്ലാന്റ്. ഇവരെ പൂർണ്ണമായും നമ്മൾ പ്രോസസിംഗ് പ്ലാന്റിൽ നിന്ന് ഒഴിവാക്കണം. രണ്ടാമതായിട്ട് ഈ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്ലെൻലിനെസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രോസസിംഗ് പ്ലാന്റിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ക്ലെൻലിനെസ് പ്രൊസീജിയറാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ എല്ലാ വർക്കേഴ്സിനും നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഔട്ടർ ക്യാബിൻസും ഗംബൂട്ട്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ട് അവരുടെ നെയിൽസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത്, നന്നായിട്ട് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത് അഴുക്കെല്ലാം കളഞ്ഞ് നല്ല സോപ്പിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഹാൻഡ് ഡിപ്പിൽ മുക്കി, അതായത് 20 ppm ലെവലിൽ ക്ലോറിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഹാൻഡ് ഡിപ്പ് എന്ന് പറയുന്നത്. അവിടെ ക്ലോറിനേറ്റ് ചെയ്ത ആ വെള്ളത്തിൽ ഹാൻഡ് ഡിപ്പ് ചെയ്ത് ഡിസിൻഫെക്ട് ചെയ്തതിന് വേണം പ്രോസസിംഗ് പ്ലാന്റിലേക്ക് അവർ കയറാൻ. പിന്നെന്താണ്, ഈ വർക്കേഴ്സ് ഷുഡ് റിമൂവ് ദ ജുവലറീസ്. എങ്ങനെ ആഭരണങ്ങൾ കം ഇൻ കോൺടാക്ട് വിത്ത് ഫുഡ് ആൻഡ് ഫുഡ് കോൺടാക്ട് സർഫസസ്. ഫുഡ് കോൺടാക്ട് സർഫസസുമായിട്ട് കോൺടാക്ട് വരുന്ന എല്ലാ ആഭരണങ്ങളും മാറ്റിയതിനു ശേഷം വേണം സീ ഫുഡ് ഫാക്ടറിയിലേക്ക് കയറേണ്ടത്. പിന്നെ നമ്മുടെ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസിൽ ഏറ്റവും പ്രധാനമായിട്ട് പേഴ്സണലിന്റെ കേസിലും ക്ലെൻലിനെസിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്, വി ഷുഡ് ഗീവ് പ്രോപ്പർ ട്രെയിനിങ് ടു ദീസ് വർക്കേഴ്സ്. ഈ വർക്കേഴ്സിന് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് നൽകണം. Also, sufficient number of workers should be posted in every section. ഓരോ സെക്ഷനിലും സഫീഷ്യന്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് നമുക്ക് പോസ്റ്റ് ചെയ്തിരിക്കണം. അപ്പൊ അതാണ് പേഴ്സണൽസിന്റെ കാര്യത്തിൽ GMP റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ബിൽഡിംഗ് ആൻഡ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. നമ്മുടെ കെട്ടിടം എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ എല്ലാ പ്രോസസിംഗ് പ്ലാന്റ്, സീ ഫുഡ് എക്സ്പോർട്ടിംഗ് പ്ലാന്റിനും ഒരു പെർമനന്റ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു പെർമനന്റ് സ്ട്രക്ചർ വിത്ത് കോൺക്രീറ്റ് റൂഫിംഗ് ഉണ്ടായിരിക്കണം, വിത്ത് സ്മൂത്ത് സർഫസസ്. സ്മൂത്ത് സർഫസസ് എന്ന് പറയുന്നത് എന്താണ്? ഈസി ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ്. നല്ല കോൺക്രീറ്റ് റൂഫിംഗ് ഉണ്ടാകും, സ്മൂത്ത് സർഫസസ് ഉണ്ടാകും, ഈസി ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ ലേ ഔട്ട് ഓഫ് പ്രോസസിംഗ് പ്ലാന്റ് ആണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇയർ പഠിച്ചു കഴിഞ്ഞു ലേ ഔട്ട്. അതിനകത്ത് സെപ്പറേറ്റ് സെക്ഷൻ ഫോർ റോ മെറ്റീരിയൽ സെക്ഷൻ, പ്രീ പ്രോസസിംഗ് സെക്ഷൻ, പ്രോസസിംഗ്, പാക്കിംഗ്, കോൾഡ് സ്റ്റോറേജ്. And these sections are arranged in such a way that the flow of work is in unilateral direction. That is, raw material section ആരംഭിച്ച് ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലായിരിക്കണം അവസാനിക്കേണ്ടത്. റോ മെറ്റീരിയൽ റിസീവിംഗിൽ നിന്ന് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വേറെ എൻഡിലായിരിക്കണം അവസാനിക്കേണ്ടത്. ഇത് തമ്മിൽ കൂടിക്കലരുന്ന രീതിയിൽ ആയിരിക്കരുത് ഇതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിൽഡിംഗിലെ ഓരോ സെക്ഷനിലെയും ഫ്ലോർ ഷുഡ് ബി ഫ്ലോർസ് എന്ന് പറയുന്നത് ഈസിലി വാഷബിൾ ആയിരിക്കണം, ക്ലീനബിൾ ആയിരിക്കണം. ആൻഡ് സ്ലോപ്പിംഗ് ടുവേർഡ്സ് ദ ഡ്രെയിനേജ്. പുറത്തേക്ക് വേസ്റ്റ് വെള്ളം ഒഴുകി വിടുന്ന ഡ്രെയിനേജിലേക്ക് സ്ലോപ്പിംഗ് ഉള്ളതായിരിക്കണം ഈ ഓരോ സെക്ഷനിലെയും ഫ്ലോറിങ്സ് എന്ന് പറയുന്നത്. ഈ വാൾസ് ടു ഫ്ലോർ ജോയിന്റ്, വാൾസും ഭിത്തിയും ഫ്ലോറും തമ്മിലുള്ള ജോയിന്റ് എപ്പോഴും കർവ്ഡ് ആയിരിക്കണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സോളിഡ് പാർട്ടിക്കിൾസ് ഒന്നും അവിടെ പറ്റിപ്പിടിച്ചിരിക്കാതെ നന്നായിട്ട് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കർവ്ഡ് ആയിരിക്കണം ആ ഒരു. പിന്നെ വാൾസിന്റെ ഏകദേശം 6 അടിയോളം ഉയരത്തില് നല്ല പോളിഷ്ഡ്, സിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല പോളിഷ്ഡ് ആയിട്ട് ചെയ്യണം. പിന്നെ അല്ലെങ്കിൽ നല്ല ഗ്ലേസ്ഡ് ടൈൽ ഒട്ടിച്ച് ഉള്ള ഒരു പ്രത്യേക ഭാഗമായിരിക്കണം 6 അടി ഉയരം വരെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈസി ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ്. ആ ഒരു പ്രത്യേക ഭാഗം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും ഭാഗം നമ്മൾ വളരെ ഗ്ലേസ്ഡ് ടൈൽസ് കൊണ്ട് നമ്മൾ ഇത് ചെയ്ത് വെക്കേണ്ടത്. പിന്നെന്താണ്, ഈ വർക്കേഴ്സിന് ചേഞ്ച് റൂം വേണം, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് വേണം. അപ്പൊ ഓരോ സെക്ഷനും, പ്രോസസിംഗ് സെക്ഷനും പ്രീ പ്രോസസിംഗ് സെക്ഷനും സെപ്പറേറ്റ് ചേഞ്ച് റൂമും സെപ്പറേറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റീസും വേണം. അതിൽ തന്നെ ഫീമെയിൽസിനും മെയിൽസിനും സെപ്പറേറ്റ് ആയിരിക്കണം ചേഞ്ച് റൂമും ടോയ്ലറ്റ് ഫെസിലിറ്റീസും. ഈ ടോയ്ലറ്റ്സിന്റെ ടോയ്ലറ്റ്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ടോയ്ലറ്റ്സിന്റെ ഒരു ഡോറും നമ്മുടെ പ്രോസസിംഗ് ഹാളിലോട്ടോ പ്രീ പ്രോസസിംഗ് ഹാളിലോട്ടോ ഓപ്പൺ ചെയ്യുന്ന രീതിയിലായിരിക്കരുത്. ഈ ബിൽഡിംഗിലെ കെട്ടിടത്തിലെ ഓരോ സെക്ഷനിലെയും എല്ലാ ഡോറുകളും ടൈറ്റ്ലി ഫിറ്റഡ് ആൻഡ് വിത്ത് സെൽഫ് ക്ലോസിംഗ് ടൈപ്പ് ആയിരിക്കണം. ടൈറ്റ്ലി ഫിറ്റ് ചെയ്യും, പിന്നെ സെൽഫ് ക്ലോസിംഗ് ടൈപ്പ് ആയിട്ടുള്ള ഡോർസ് ആയിരിക്കണം ഇവിടെ ഉണ്ടാകുന്നത്. ഈ പ്രോസസിംഗ് ഹാളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന എല്ലാ ഡോറുകളും എയർ കർട്ടൻസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എയർ കർട്ടൻസ്, ഓട്ടോമാറ്റിക് എയർ കർട്ടൻസ് ഉണ്ടായിരിക്കണം. സോ ദാറ്റ് ഓട്ടോമാറ്റിക് തുറക്കുമ്പോഴത്തേക്ക് ഈച്ചയും ഫ്ലൈസും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മുടെ അകത്തോട്ട് കയറാത്ത രീതിയിൽ ഒരു എയർ കർട്ടൻ, ഓട്ടോമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു എയർ കർട്ടൻ ഉണ്ടായിരിക്കണം.
പിന്നെന്താണ്, ഓരോ സെക്ഷനിലും ഒരുപാട് യൂട്ടൻസിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ യൂട്ടൻസിൽ എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി പ്രീ പ്രോസസിംഗ് ഏരിയയിലെ യൂട്ടൻസിൽ ക്ലീൻ ചെയ്യാൻ പ്രീ പ്രോസസിംഗ് വേറെ സെപ്പറേറ്റ് സ്ഥലം ഉണ്ടാകണം. പ്രോസസിംഗ് ഏരിയയിലെ യൂട്ടൻസിൽ ക്ലീൻ ചെയ്യാൻ ഒരു പ്രത്യേക സ്ഥലം ഉണ്ടായിരിക്കണം. സഫീഷ്യന്റ് വാഷ് ബേസിൻസ്, ഓരോ എൻട്രി പോയിന്റിലും സഫീഷ്യന്റ് വാഷ് ബേസിൻസ് ഉണ്ടായിരുന്ന കൈ കഴുകുക. സോപ്പിട്ട് കൈ കഴുകിയതിനു ശേഷം പിന്നെ ഹാൻഡ് ഡിപ്പ് വിത്ത് സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് ക്ലോറിനേറ്റഡ് വാട്ടർ. ഹാൻഡ് ഡിപ്പ് എന്ന് വെച്ചാൽ കൈ ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ ഫുഡ് ഡിപ്പ് വിത്ത് സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് ജെർമിസൈഡ്. ഇതിനു വേണ്ടിയിട്ടാണ് കാല് ക്ലീൻ ചെയ്തിട്ട് കയറാൻ വേണ്ടി. എല്ലാ എൻട്രി പോയിന്റിലും ഈ വാഷ് ബേസിനും ഹാൻഡ് ഡിപ്പും ഫുഡ് ഡിപ്പും തീർച്ചയായിട്ടും എന്താണ് നമ്മൾ കരുതിയിരിക്കണം. പിന്നെന്താണ്, ഓരോ റൂമിലും ഓരോ സെക്ഷനിലും ഏത് സെക്ഷൻ എടുത്താലും നമുക്ക് സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് ലൈറ്റും വെന്റിലേഷനും ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, നമുക്കറിയാം ഒരു പ്രോസസ്സിംഗ് പ്ലാന്റിന്റെ അടിസ്ഥാനമായിട്ട് നമുക്ക് ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ക്വാളിറ്റി കൺട്രോൾ ലാബ് ഉണ്ടായിരിക്കും. ഇൻബിൽറ്റ് മൈക്രോബയോളജിക്കൽ ലാബ് ഷുഡ് ബി ദേർ ഇൻ എവറി പ്രോസസ്സിംഗ് പ്ലാന്റ്സ്. പിന്നെ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിലേക്ക് വരുമ്പോൾ, ഫാക്ടറിയുടെ ഒരു സറൗണ്ടിങ്സിലേക്ക് വരുമ്പോൾ സറൗണ്ടിങ്സ് മുഴുവനും കോൺക്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് ഡ്രെയിനേജ് എവിടെയാണോ അങ്ങോട്ട് സ്ലോപ്പിംഗ് ഉള്ള രീതിയിലായിരിക്കണം നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്യേണ്ടത്. കോൺക്രീറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമൊന്നും സ്റ്റാഗ്നന്റ് ആയിട്ട് എങ്ങും കിടക്കാന്നില്ല, പൊള്യൂട്ടഡ് ആയത്തില്ല, ഡസ്റ്റ് ഒന്നും പറന്നു വരികയോ ഒന്നും ചെയ്യുകയില്ല. അപ്പൊ അങ്ങനെ സറൗണ്ടിങ്സ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ഡ്രെയിനേജിലെ പിന്നെ ഡ്രെയിനേജിന്റെ ഓപ്പണിങ്സ് എപ്പോഴും നമ്മളൊരു നല്ലൊരു ഗ്രിൽ ഉപയോഗിച്ചിട്ട് ക്ലാസ്ഡ് വിത്ത് ഗ്രിൽസ് വെച്ച് ഉപയോഗിച്ചിട്ട് ക്ലാസ് ചെയ്യാം. ഗ്രിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരിപ്പ പോലുള്ള ഒരു ഭാഗമാണ്. ഇവിടെ വെള്ളം ഒഴുകി പോകും, പക്ഷെ എന്താണ് റോഡൻസിനൊന്നും കയറി വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഗ്രിൽസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, പ്രിവെന്റ് റോഡന്റ് എൻട്രി. പിന്നെന്താണ്, എല്ലാ പ്രോസസിംഗ് സെക്ഷനിലും പ്രോസസിംഗ് ആയാലും പ്രീ പ്രോസസിംഗ് ആണെങ്കിലും എല്ലാ സെക്ഷനിലും സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് പോർട്ടബിൾ വാട്ടർ, എന്താണ് പ്രോസസ് വാട്ടർ ഉണ്ടായിരിക്കണം. എപ്പോഴും നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം, ഡിസിൻഫെക്ട് ചെയ്തിട്ടുള്ള ക്ലോറിനേറ്റ് ചെയ്തിട്ടുള്ള വെള്ളം എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. പിന്നെ ഐസ് റൂമിന്റെ കേസിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐസ് എപ്പോഴും സ്റ്റോർ ചെയ്യേണ്ട ഒരു പ്രത്യേക റൂമിലായിരിക്കും, ഒരു ഇൻസുലേറ്റഡ് റൂമിലായിരിക്കണം. അതും റേസ്ഡ് പ്ലാറ്റ്ഫോമിൽ വേണം ഐസ് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബിൽഡിംഗ് ആൻഡ് ഫെസിലിറ്റീസിൽ നമുക്ക് GMP റെഗുലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസ് കൺട്രോൾ. പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസ് കൺട്രോൾ നോക്കാം. പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് നമുക്ക് കുറെ അധികം ഏരിയസ് ഉണ്ട്. ഒന്ന് റോ മെറ്റീരിയൽ റിസീവിംഗ് സെക്ഷൻ, ദെൻ പ്രീ പ്രോസസിംഗ്, പ്രോസസിംഗ്, പാക്കിംഗ്, സ്റ്റോറിംഗ്, ഇങ്ങനെ തുടങ്ങിയ പല സെക്ഷനും കൂടെ ചേർന്നതാണ് ഈ പ്രോസസ് ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസ് കൺട്രോൾ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം. അവിടെയുള്ള എന്തൊക്കെയാണ് നമ്മൾ GMP അനുസരിച്ച് എന്തൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, റോ മെറ്റീരിയൽ പർച്ചേസ് ആൻഡ് റോ മെറ്റീരിയൽ റിസീവിംഗ് ടു ദ യൂണിറ്റ്. റോ മെറ്റീരിയൽ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കറിയാം നല്ല ഫ്രഷ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ നോക്കി വേണം നമ്മൾ വാങ്ങിക്കേണ്ടത്. അതും വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് പ്രാക്ടീസസ് ഉള്ള ഹാർബേഴ്സിൽ നിന്നാണ് നമ്മൾ ഈ റോ മെറ്റീരിയൽ വാങ്ങിക്കേണ്ടത്. ഇത് പ്രോപ്പർലി ഐസ്ഡ് ആണോ എന്ന് നോക്കണം. ഇതിന്റെ ടെമ്പറേച്ചർ 4 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെ ആയിരിക്കണം. അപ്പോഴും നമ്മൾ ഈ മെറ്റീരിയൽ വാങ്ങിച്ചതിന് ശേഷം ഇത് DIC ചെയ്യുകയും നമ്മുടെ ബോക്സിൽ, നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള ബോക്സസിൽ ഇതെന്താണ് ലെയർ ബൈ ലെയർ ആയിട്ട് ഐസ് ചെയ്യണം. 1:1 പ്രൊപ്പോർഷനിലാണ്. ഒരു ലെയർ ഐസ്, ഒരു ലെയർ മത്സ്യം എന്നുള്ള രീതി 1:1 എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽ ആണുള്ളത് അതിന് അത്രയും ക്വാണ്ടിറ്റി ഐസ് നമ്മൾ ഇടുക. ലെയർ ബൈ ലെയർ ആയിട്ട് ഐസ് ഇടുക. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളാണ്. അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് ഐസ് ഇട്ട് നല്ല രീതിയിലായിട്ട് ഈ നമ്മൾ ഒരു ട്രക്ക്, നമ്മുടെ ഇൻസുലേറ്റഡ് ട്രക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇൻസുലേറ്റഡ് മീൻസ് എന്താണ്, നല്ല പൊതിഞ്ഞിട്ടുള്ള ട്രക്സ് ആണ്. അപ്പൊ അതിനകത്ത് മെറ്റീരിയൽ ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോസസിംഗ് പ്ലാന്റിലേക്ക് വരുന്നത്. പ്രോസസിംഗ് പ്ലാന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോസസ് പ്ലാന്റിലെ റോ മെറ്റീരിയൽസ് സെക്ഷനിലേക്കാണ് ഈ റോ മെറ്റീരിയൽ ഇറക്കി വെക്കുന്നത്. റോ മെറ്റീരിയൽ റിസീവിംഗ് സെക്ഷൻ ഒരു ട്യൂബ് ഉണ്ടായിരിക്കും. ആ ഒരു പാസേജിലൂടെയാണ് റോ മെറ്റീരിയൽ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അവിടെ റോ മെറ്റീരിയൽ ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നു. അപ്പോൾ പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രീ പ്രോസസിംഗ് ആണ്. പ്രീ പ്രോസസിംഗ് സെക്ഷനിലേക്കാണ് നമ്മൾ വരുന്നത്. പ്രീ പ്രോസസിംഗ് സെക്ഷനിൽ നമ്മൾ നടക്കുന്നത് എന്തൊക്കെയാണ്? പ്രീ പ്രോസസിംഗ് സെക്ഷനിൽ അവിടെ മെറ്റീരിയൽസിന്റെ പ്രിപ്പറേഷൻ ആണ് നടക്കുന്നത്. മെറ്റീരിയൽസിന്റെ സ്കിന്നിങ്ങും പീലിങ്ങും ബിഹാൻഡിങ്ങും സൈസ് കട്ടിങ്ങും ഒക്കെ, അതായത് പ്രോഡക്റ്റ് സ്റ്റൈൽ പ്രിപ്പറേഷനും ഒക്കെ നടക്കുന്നത് പ്രീ പ്രോസസിംഗ് സെന്റേഴ്സിൽ വെച്ചിട്ടാണ്. അവിടെ പിന്നെ ഇത് എപ്പോഴും പിന്നെ വളരെ സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് ചിൽഡ് വാട്ടർ ഉപയോഗിച്ച് മെറ്റീരിയൽസ് കഴുകി, മെറ്റീരിയൽ നമ്മൾ പിന്നെ റോ മെറ്റീരിയൽ സെക്ഷനിൽ നിന്ന് പ്രീ പ്രോസസിംഗ് സെക്ഷനിലോട്ട് വെക്കുമ്പോൾ മെറ്റീരിയൽ DIC ചെയ്തതിന് ശേഷം നന്നായിട്ട് ചിൽഡ് വാട്ടറിൽ കഴുകിയതിന് ശേഷമാണ് ഈ പിന്നെ ക്ലീനിങ് പ്രിപ്പറേഷൻസ്
അതായത് പ്രിപ്പറേഷൻ ഓഫ് റോ മെറ്റീരിയൽ നടത്തുക, അതായത് ഡ്രസ്സിംഗ് ഓഫ് റോ മെറ്റീരിയൽ നടത്തുക. അതിനുശേഷം സഫീഷ്യന്റ് ആയിട്ട് ഐസ് ചെയ്ത് പ്രോസസിംഗ് ഏരിയയിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ഇനി പ്രോസസിംഗ് ഏരിയയിൽ വാട്ട്സ് ഹാപ്പനിങ് ഇൻ പ്രോസസിംഗ് ഏരിയ? പ്രോസസിംഗ് ഏരിയയിൽ നടക്കുന്നത് എന്താണ്? പ്രോസസിംഗ് ഏരിയയിൽ നമ്മൾ മെറ്റീരിയൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഈ പ്രീ പ്രോസസിംഗ് നല്ല ഐസ് ചെയ്ത് പ്രോസസിംഗ് ഏരിയയിലോട്ട് വരുന്ന മെറ്റീരിയൽ അവിടെ നിന്ന് ഡിഐസ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്യുന്നു. പോർട്ടബിൾ വാട്ടറിൽ വാഷ് ചെയ്തതിന് ശേഷം ചിൽഡ് വാട്ടറാണ് ഉപയോഗിക്കുന്നത്. ചിൽഡ് വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? അത് നമ്മുടെ നെക്സ്റ്റ് പ്രൊസീജിയറിലാണ് എന്താണ്? ഗ്രേഡിങ്, സോർട്ടിങ്. ഗ്രേഡ് ചെയ്യുന്നു, സോർട്ട് ചെയ്യുന്നു, ഫൈനൽ ചെക്കപ്പ് നടക്കുന്നു. എന്തെങ്കിലും രീതിയിൽ പ്രീ പ്രോസസിംഗിൽ വന്ന എന്തെങ്കിലും ഡിഫക്ട്സ്, ക്ലീനിങ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുന്നു. അതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഇത് ഫ്രീസിംഗിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഫ്രീസിംഗിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഫ്രീസിംഗിൽ എയർ ബ്ലാസ്റ്റ് ഫ്രീസേഴ്സും പ്ലേറ്റ് ഫ്രീസേഴ്സും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും എയർ ബ്ലാസ്റ്റ് ഫ്രീസേഴ്സിലും ആയാലും പ്ലേറ്റ് ഫ്രീസേഴ്സ് ആയാലും ഐക്യോഫ് ലൈനാണ്, അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മെറ്റീരിയൽസ് എല്ലാം സെറ്റ് ചെയ്ത് സെറ്റിംഗ് ചെയ്ത് ട്രേയിനകത്താക്കുന്നു. സഫീഷ്യന്റ് ഗ്ലേസ് വാട്ടറൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇതൊരു ട്രോളിയിനകത്ത് അടുക്കി വെക്കുന്നു. ഇപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീസിംഗ് സെക്ഷൻ ആണ്. ഫ്രീസിംഗ് സെക്ഷനിലോട്ട് പോകുന്നതാണ് നെക്സ്റ്റ് സെക്ഷൻ. ഫ്രീസിംഗ് സെക്ഷനിൽ നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ മെറ്റീരിയൽ ഫ്രീസ് ചെയ്യുന്നത്. ഹോറിസോണ്ടൽ പ്ലേറ്റ് ഫ്രീസേഴ്സും ബ്ലാസ്റ്റ് ഫ്രീസേഴ്സും ഉപയോഗിച്ചിട്ടാണ്. എന്താണ് പ്ലേറ്റ് ഫ്രീസേഴ്സ് നടക്കുന്നത്? പ്ലേറ്റ് ഫ്രീസേഴ്സിൽ നമ്മൾ മുൻപൊരുക്കങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? GMP റെഗുലേഷൻ അനുസരിച്ച് ഫ്ലൈറ്റ് ഫ്രീസേഴ്സ് എന്താണ്? നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഡിസിൻഫെക്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എല്ലാ പ്ലേറ്റ്സും നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എന്താണ് ആ പ്ലേറ്റ് ഫ്രീസേഴ്സ് എന്താണ് അതിന്റെ ടെമ്പറേച്ചർ +5 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് കൊണ്ടുവരണം. അതിനെ പ്രീ കൂളിംഗ് എന്ന് പറയും. ആക്ച്വൽ കൂളിംഗിന് മുമ്പുള്ള ഒരു പ്രീ കൂളിംഗ് എന്ന് പറയും. +5 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് തന്നെ താപനില നമ്മൾ താഴ്ത്തി കൊണ്ടുവരും. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്ത ട്രേ എല്ലാം കൂടെ എന്താണ് ഫ്രീസ് ചെയ്യാനായിട്ട് മെറ്റീരിയലിലേക്ക് വെക്കുന്നു. എന്നിട്ട് ഇത് ഫ്രീസർ ക്ലോസ് ചെയ്യും. -40 ഡിഗ്രി സെന്റിഗ്രേഡില് 90 മിനിറ്റ്സ് ഫ്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റോ മെറ്റീരിയൽ എന്താണ് നമുക്ക് ഫ്രോസൺ ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. അപ്പൊ ഈ ഫ്രോസൺ ആയിട്ട് ലഭിക്കുമ്പോൾ -40 ഡിഗ്രി സെന്റിഗ്രേഡില് 90 മിനിറ്റ്സ് നമ്മൾ ഫ്രീസ് ചെയ്യുമ്പോൾ ഈ മെറ്റീരിയലിന്റെ ഏറ്റവും മധ്യത്തായിട്ട് കോർ ടെമ്പറേച്ചർ -18 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. അതാണ് അതിന്റെ സ്പെസിഫിക്കേഷൻ. അപ്പൊ പ്ലേറ്റ് ഫ്രീസറിലാണെങ്കിലും എയർ ബ്ലാസ്റ്റിലാണെങ്കിലും ഫ്രീസ് ചെയ്തൊരു മെറ്റീരിയൽ പുറത്തെടുത്ത് നോക്കുമ്പോൾ അതിന്റെ ഏറ്റവും മധ്യഭാഗത്തായിട്ട്, അതിനെ കോർ എന്ന് പറയുന്നത്, ഏറ്റവും മധ്യഭാഗത്തായിട്ടുള്ള ടെമ്പറേച്ചർ -18 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരിക്കണം. അതാണ് സ്പെസിഫിക്കേഷൻ. ആ രീതിയിലായിരിക്കണം ഫ്രീസിംഗ് ഓപ്പറേഷൻ നമ്മൾ നടത്തേണ്ടത്. ഇനി ബ്ലാസ്റ്റ് ഫ്രീസേഴ്സ് നോക്കാം. ബ്ലാസ്റ്റ് ഫ്രീസേഴ്സിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ എയർ ബ്ലാസ്റ്റ് ഫ്രീസേഴ്സ് ആണെങ്കിലും ടണൽ ഫ്രീസർ ആണെങ്കിൽ അവിടെ എന്താണ് ആ റൂം മൊത്തം ആ ഫ്രീസർ കംപ്ലീറ്റ് ഏരിയ മൊത്തം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തതിനു ശേഷം അവിടെ പ്രീ കൂൾ ചെയ്യുന്നു. +5 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് ടെമ്പറേച്ചർ കൊണ്ടുപോകുന്നതിന് ശേഷമാണ് ഈ സെറ്റ് ചെയ്തിരിക്കുന്ന ട്രോളീസ്, മെറ്റീരിയൽ സെറ്റ് ചെയ്തിരിക്കുന്ന ട്രോളീസ് പുഷ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് അവിടെ -40 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഏകദേശം 4 മുതൽ 5 മണിക്കൂർ വരെ നമുക്ക് അവിടെ ഓപ്പറേറ്റ് ചെയ്യണം. ബിക്കോസ് എയർ ബ്ലാസ്റ്റ് കോണ്ടാക്ട് ഫ്രീസർ അല്ല, എയർ ബ്ലാസ്റ്റ് ഫ്രീസർ ആയതുകൊണ്ടാണ് -40 ഡിഗ്രി സെന്റിഗ്രേഡിൽ നമ്മൾ എന്താണ് ഏകദേശം 4 മുതൽ 5 മണിക്കൂർ ഫ്രീസ് ചെയ്താൽ മാത്രമേ ആ മെറ്റീരിയലിന്റെ കോർ ടെമ്പറേച്ചർ -18 ഡിഗ്രി സെന്റിഗ്രേഡ് ലഭിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഫ്രീസ് ചെയ്തു. ഇനിയിപ്പോ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ പാക്കിംഗ് ഓഫ് ഫ്രോസൺ പ്രോഡക്റ്റ് ആണ്. പാക്കിംഗ് ഓഫ് ഫ്രോസൺ പ്രോഡക്റ്റ് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്? നമ്മൾ ഈ ഫ്രോസൺ പ്രോഡക്റ്റ് ബ്ലോക്ക് ഫ്രോസൺ ആണെങ്കിലും ബ്ലാസ്റ്റ് ഫ്രോസൺ ആണെങ്കിലും പ്രോഡക്റ്റ് പ്രത്യേക പാക്കിംഗ് ഏരിയയിൽ വെച്ചാണ്, ഇവിടെ ഹൈജീനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ്, മാസ്റ്റർ കാർട്ടിനകത്താണ് നമ്മളത് അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ ഇത് പാക്ക് ചെയ്യുന്ന മാസ്റ്റർ കാർട്ടിന്റെ മുകളിൽ മാനുഫാക്ചേഴ്സ് നെയിം, അഡ്രസ്, ബ്രാൻഡ് നെയിം, ഇതിന്റെ അപ്രൂവൽ നമ്പർ, പ്ലാന്റിന്റെ അപ്രൂവൽ നമ്പർ എക്സെട്ര ഇതെല്ലാം നമ്മൾ എന്താണ് ഇത് മുതലായവ ഈ എല്ലാം നമ്മൾ ഇത് മാർക്ക് ചെയ്ത് പ്രിന്റ് ചെയ്തിട്ടുള്ള മാസ്റ്റർ കാർട്ടനിലായിരിക്കണം നമ്മളിത് മെറ്റീരിയൽസ് പാക്ക് ചെയ്യേണ്ടത്. ഇനി സ്റ്റോറേജ് ഓഫ് ദ പ്രോഡക്റ്റ്, ഫ്രോസൺ പ്രോഡക്റ്റ്. ഈ പാക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിനെ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? കോൾഡ് സ്റ്റോറേജിലാണ്. വലിയൊരു റൂമാണ്, അവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഐറ്റം വൈസും കോഡ് വൈസും ടൈപ്പ് വൈസും എല്ലാം പ്രത്യേക ഏരിയയിലാണ് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം അവിടെ ഈ കോൾഡ് സ്റ്റോറേജിന്റെ ടെമ്പറേച്ചർ എപ്പോഴും -18 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരുന്നു. വലിയ ഫ്ലക്ച്വേഷൻസ് ഒന്നും ഉണ്ടാകാതെ -18 ഡിഗ്രി സെന്റിഗ്രേഡ് ആൾ ത്രൂ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ കോൾഡ് സ്റ്റോറേജ് അറേഞ്ച് ചെയ്ത് ഇരിക്കുന്നത്. ഇനി ലാസ്റ്റ്ലി നമുക്ക് പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസ് കൺട്രോളിൽ നമുക്കുള്ളത് ഇൻസ്പെക്ഷൻ ഓഫ് ക്വാളിറ്റി അഷുറൻസ്, ഇൻസ്പെക്ഷൻസ് ഫോർ ക്വാളിറ്റി അഷുറൻസ്.
ഇൻസ്പെക്ഷൻസ് ഫോർ ക്വാളിറ്റി അഷുറൻസ് നമ്മൾ നടത്തുന്നത് ഇൻ പ്രോസസ് ഇൻസ്പെക്ഷൻ നടത്തും, എൻ പ്രോഡക്റ്റ് ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. അപ്പൊ പ്രോഡക്റ്റ് റോ മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു, റോ മെറ്റീരിയൽ റിസീവ് ചെയ്യുന്നതും തൊട്ട് പ്രോസസ് എൻ പ്രോഡക്റ്റ് എത്തുന്ന വരെ നമ്മൾ എന്താണ് ക്വാളിറ്റി കൺട്രോളിന്റെ സൂക്ഷ്മ വീക്ഷണത്തിലാണ് എല്ലാ കാര്യങ്ങളും. അവരുടെ ഒരു ഇൻസ്പെക്ഷൻ രീതിയിലാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. വളരെ ഹൈജീനിക് ആയിട്ടാണോ, എപ്പോഴും നല്ല രീതിയിലാണോ ഇത് കടന്നു പോകുന്നത് എന്നുള്ളത് അവർ പരിശോധിക്കേണ്ടതാണ്. അതിനായിട്ട് വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു മൈക്രോബയോളജി ലാബ് എന്താണ് നമ്മുടെ പ്ലാന്റിൽ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് GMP-യുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സാനിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ഓരോ പ്ലാന്റിലും ഓരോ പ്രോസസ്സിംഗ് പ്ലാന്റിലും വ്യക്തമായ സാനിറ്ററി പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കണം, സാനിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ പ്ലാന്റിന്റെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു എൻ പ്രോഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കണം. ഒന്ന് ഫാക്ടറി ഹൈജീൻ, 2 പേഴ്സണൽ ഹൈജീൻ. ഇതൊക്കെയാണ് ഫാക്ടറി ഹൈജീൻ ആൻഡ് പേഴ്സണൽ ഹൈജീൻ. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ഓരോ പ്ലാന്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു സാനിറ്റേഷൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സാനിറ്റേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. വ്യക്തമായ ഒരു സാനിറ്ററി പ്രൊസീജിയേഴ്സ് എല്ലാ ഫാക്ടറികളിലും കൃത്യതയോടെ പരിപാലിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ പ്രധാനമായും 8 കീ സാനിറ്റേഷൻ കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ് 8 കീ സാനിറ്റേഷൻ കണ്ടീഷൻസ് ആണ്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പ്ലാന്റിലെ 8 കീ സാനിറ്റേഷൻ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, പ്ലാന്റിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അത് ഒന്ന്, സേഫ്റ്റി ഓഫ് വാട്ടർ ആൻഡ് ഐസ്. 2, കണ്ടീഷൻ ആൻഡ് ക്ലെൻലിനെസ് ഓഫ് ഫുഡ് കോണ്ടാക്ട് സർഫേസസ്. 3, പ്രിവെൻഷൻ ഓഫ് ക്രോസ് കണ്ടാമിനേഷൻ. 4, മെയിൻ്റനൻസ് ഓഫ് ഹാൻഡ് വാഷിംഗ് ആൻഡ് സാനിറ്റൈസിംഗ് ആൻഡ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ്. 5, പ്രൊട്ടക്ഷൻ ഫ്രം അഡൾട്ടറൻസ്. 6, പ്രോപ്പർ ലേബലിംഗ്, സ്റ്റോറേജ് ആൻഡ് യൂസ് ഓഫ് ടോക്സിക് compounds. 7, control of employees' health. 8, exclusion of pest. അപ്പോൾ പ്രധാനമായും നമ്മൾ പ്രോസസ്സിംഗ് പ്ലാന്റിൽ ഫോളോ ചെയ്യേണ്ട 8 കീ സാനിറ്റേഷൻ കണ്ടീഷൻസ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. സേഫ്റ്റി ഓഫ് വാട്ടർ ആൻഡ് ഐസ്. നമുക്കറിയാം, പ്രോസസ്സിംഗ് പ്ലാന്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെള്ളമാണ്, കൂടാതെ ഐസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സേഫ്റ്റി ഓഫ് വാട്ടർ ആൻഡ് ഐസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നന്നായിട്ട് പോർട്ടബിൾ വാട്ടർ ഷുഡ് ബി യൂസ്ഡ് ആസ് പ്രോസസ് വാട്ടർ ആസ് വെൽ ആസ് ഫോർ മാനുഫാക്ചറിങ് ഓഫ് ഐസ്. അപ്പോൾ ഇത് നന്നായിട്ട് പ്രോപ്പറായിട്ട് ഡിസിൻഫെക്ട് ചെയ്തിട്ടുള്ള വെള്ളമായിരുന്നു നമ്മൾ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാലും ഈ വെള്ളത്തിന്റെ സുരക്ഷിതം അല്ല അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഐസിന്റെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പീരിയോഡിക്കായിട്ട് ഈ വാട്ടർ ടെസ്റ്റിംഗ് നടത്തണം. അപ്പം SSOP-യിൽ നമ്മൾ ആദ്യം സേഫ്റ്റി ഓഫ് വാട്ടർ ആൻഡ് ഐസിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് സാനിറ്റേഷൻ കീ എന്ന് പറയുന്നത് എന്താണ്, ചെക്കിംഗ് ഓഫ് വാട്ടർ ആണ്. എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിൽ EIC പറഞ്ഞിട്ടുള്ള ലാബുകളിൽ കൊണ്ടുപോയി എല്ലാ വർഷവും നമ്മൾ ആൻഡ് once in 4 months എന്താണ്, എല്ലാ വർഷവും 4 മാസം കൂടുമ്പോഴും എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വെള്ളം നമ്മൾ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന വെള്ളത്തിന്റെ? അതിനകത്ത് നമ്മൾ TPC, കോളിഫോം കൗണ്ട്, വിബ്രിയോ കോളറെ ചെക്ക് ചെയ്യുന്നുണ്ട്, ഓരോ ഫോർട്ട്നൈറ്റിലും ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടർ ടാങ്ക്സ് ഷുഡ് ബി ക്ലീൻഡ് എവറി ഫോർട്ട്നൈറ്റ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. എല്ലാ ഫോർട്ട്നൈറ്റിലും എവറി 15 days എന്താണ് വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ട് ഇത് ചെയ്ത് വെക്കണം. പിന്നെ റൂഫ് ഓഫ് ദ വാട്ടർ ടാങ്കിന്റെ റൂഫ് നമ്മൾ പിന്നെ കെട്ടിടത്തിന്റെ മുകളിലായിരിക്കും സ്റ്റോറേജ് ടാങ്ക് ക്രമീകരിച്ച്, അല്ലെങ്കിൽ ഒരു ഓവർഹെഡ് ടാങ്ക്സ് ഉണ്ടാകും. അതിന്റെ റൂഫിംഗ് എപ്പോഴും വളരെ നല്ല സീൽഡ് ആയിരിക്കണം. ഒരു തരത്തിലുള്ള കണ്ടാമിനൻസ്, പൊടിയോ അഴുക്കോ ഒന്നും അതിനകത്തുള്ളിലേക്ക് വീഴാൻ പാടില്ല. ബേർഡ്സിന്റെ ട്രോപ്പിംഗ്സ് അല്ലെ റോഡൻസ് ഒന്നും അതിനകത്ത് കയറി വീഴാൻ പറ്റരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
ഇനി കണ്ടീഷൻ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കണ്ടീഷൻ ആൻഡ് ക്ലെൻലിനെസ് ഓഫ് ഫുഡ് കോണ്ടാക്ട് സർഫസസ്. ഫുഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ സർഫസസിന്റെയും കണ്ടീഷൻ, അതായത് ഏതൊക്കെയാണ് കണ്ടീഷൻ ആൻഡ് ക്ലെൻലിനെസ് ഓഫ് ഫുഡ് കോണ്ടാക്ട് സർഫസസ്, ഇൻക്ലൂഡിങ് യുറ്റൻസിൽസ്, ഗ്ലൗസ് ഉപയോഗിക്കുന്ന ഗ്ലൗസ് ആൻഡ് ഔട്ടർ ഗാർമെന്റ്സ്, എല്ലാവരും ധരിക്കുന്ന ഒരു പ്രോസസിംഗ് പ്ലാനിൽ ധരിക്കുന്ന ഔട്ടർ ഗാർമെന്റ്സ് മുതലായവയുടെ കണ്ടീഷൻസും ക്ലെൻലിനെസ്സും നമ്മൾ പീരിയോഡിക്കായിട്ട് ചെക്ക് ചെയ്യും. അത് അൺക്ലീൻഡ് ആയിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞു GMP റെഗുലേഷൻസിൽ പറഞ്ഞു ക്ലീൻ ഔട്ടർ ഗാർമെന്റ്സ് ആയിരിക്കണം നമ്മൾ ഇട്ടുകൊണ്ട് കയറേണ്ടത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. All the equipments, എല്ലാ എക്യുപ്മെന്റ്സും that comes in, all the equipments that comes in contact with the food, ഫുഡുമായിട്ട് കോണ്ടാക്ട് വരുന്ന, അതായത് മീനുമായിട്ടല്ലേ ചെമ്മീനുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വരുന്ന എല്ലാ കോണ്ടാക്ട് സർഫസസും എന്തുകൊണ്ട്, എവിടെ നിന്നാണ്, എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കണം? ഷുഡ് ബി മെയ്ഡ് ഫ്രം ഗുഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക്, അലൂമിനിയം അലോയ്, ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഓർ ഗാൽവനൈസ്ഡ് അയൺ തുടങ്ങിയവ കൊണ്ടിട്ടാണ്. പ്രോസസിംഗ് ടേബിളിന്റെ കാര്യം എടുക്കാം, മീൻ എടുക്കാൻ ഉപയോഗിക്കുന്ന ബോക്സസ്, ക്രൈറ്റ്സ് മുതലായവരുടെ കാര്യമൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഈ ഫുഡ് കോണ്ടാക്റ്റുമായിട്ട് വരുന്ന, ഈ മീനുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്ന എല്ലാ എക്യുപ്മെന്റ്സും ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊക്കെയാണ് ഗുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലൂമിനിയം അലോയ് ആൻഡ് ഗാൽവനൈസ്ഡ് അയൺ. ഇനി അടുത്തത് നമുക്ക് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് ക്രോസ് കണ്ടാമിനേഷൻ. പ്രിവെൻഷൻ ഓഫ് ക്രോസ് കണ്ടാമിനേഷൻ എന്താണ്? പ്രിവെൻഷൻ ഓഫ് ക്രോസ് കണ്ടാമിനേഷൻ പറഞ്ഞു നമ്മൾ GMP റെഗുലേഷനിൽ പറഞ്ഞു. എന്താണ്? റോ മെറ്റീരിയൽ ഏരിയ, റോ മെറ്റീരിയൽ റിസീവിങ്ങും എന്താണ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഏരിയയും എന്താണ് ഷുഡ് ബി ഓപ്പോസിറ്റ് ആൻഡ് യൂണിലാറ്ററൽ ഡയറക്ഷനിലായിരിക്കണം. റിട്ടേൺ ഉണ്ടാകരുത്, ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാകരുതെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത്, ഒരു സ്ഥലത്ത് തുടങ്ങി ഒരു സ്ഥലത്ത് അവസാനിക്കുന്ന രീതിയിലായിരിക്കണം കൺസ്ട്രക്ട് ചെയ്തിരിക്കേണ്ടത്. അതായത് എന്താണ്? ക്രോസ് കണ്ടാമിനേഷൻ ഫ്രം സാനിറ്ററി ഒബ്ജക്ട്സ് ഫുഡ്, സാനിറ്ററി ഒബ്ജക്ട്സിൽ നിന്ന് ഫുഡിലേക്ക് കണ്ടാമിനേഷൻ ഉണ്ടാകാൻ പാടില്ല. ഫുഡ് പാക്കേജിംഗ് മെറ്റീരിയൽസിലോട്ടോ അതർ ഫുഡ് കോണ്ടാക്ട് സർഫസസിലോട്ടോ യൂട്ടൻസിലോട്ടോ ഗ്ലൗസിലോട്ടോ ഒന്നും തന്നെ എന്താണ് ഈ സാനിറ്ററി ഒബ്ജക്ട്സ് ഒന്നും വരാൻ പാടില്ല. ഒന്ന് ക്രോസ് കണ്ടാമിനേറ്റഡ് ആകാൻ പാടില്ല. അവിടെ നിന്നുള്ള എല്ലാം ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ആയിരിക്കണം വെച്ചിരിക്കണം. ഇവിടെ നിന്നെല്ലാം ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെന്താണ്? റോ മെറ്റീരിയൽ സെക്ഷനിൽ നിന്ന് എന്താണ് പ്രോസസ്ഡ് ഫൈനൽ പ്രോഡക്റ്റിലേക്ക് ഒരു ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാകാൻ പാടില്ല. അതാണ് ക്രോസ് കണ്ടാമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ എന്തായാലും ഈ ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കണം. നമ്മൾ ഫോളോയിങ് പ്രിക്കോഷൻസ്, താഴെ പറയുന്ന കുറച്ച് പ്രിക്കോഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് നോക്കൂ, ആദ്യത്തെ പോയിന്റ് എന്താണ്? The layout of the plant is in such a way that the raw material received is in one end and the finished product handling is in opposite end. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു പ്രോസസിംഗ് പ്ലാന്റിൽ ലേഔട്ട് ഈ രീതിയിലായിരിക്കണം. അങ്ങനെയാണ് റോ മെറ്റീരിയൽ റിസീവിങ് ഒരു സ്ഥലത്ത് റിസീവ് ചെയ്യുകയും ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഒരു വേറൊരു എൻഡിൽ കൂടെ പുറത്തു പോകുന്ന രീതിയിലായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, there are separate sections for pre processing and processing. പ്രീ പ്രോസസിംഗിനും പ്രോസസിംഗിനുമായിട്ട് സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? there are separate change rooms for male and female workers of pre-processing and processing with all facilities. അത് GMPയിൽ നമ്മൾ പറഞ്ഞതാണ്. ചേഞ്ച് റൂമും ടോയ്ലറ്റ് ഫെസിലിറ്റീസും പ്രീ പ്രോസസിംഗിലുള്ളവർക്കും പ്രോസസിംഗിനുള്ള സെപ്പറേറ്റ് ആയിരിക്കണം. അത് മെയിലിനും ഫീമെയിലിനും സെപ്പറേറ്റ് ആയിരിക്കണം. നാലാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? സെപ്പറേറ്റ് ഫെസിലിറ്റീസ് ആൻഡ് യൂട്ടൻസിൽസ് ആർ പ്രൊവൈഡഡ് ഫോർ ഈച്ച് സെക്ഷൻ like raw material receiving, pre-processing, processing, etc. and they are distinctly marked by different colors. Raw material section ഉപയോഗിക്കുന്ന ബോക്സസും പാത്രങ്ങളും മറ്റ് ഏരിയസിലോട്ട് കിടക്കാൻ പാടില്ല. പ്രീ പ്രോസസിംഗിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും പ്രോസസിംഗ് ഏരിയയിലോട്ട് കിടക്കാൻ പാടില്ല. അങ്ങനെ പ്രോസസിംഗ് ഏരിയയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പെർമനന്റ് ആയിട്ട് അവിടെ ഉപയോഗിക്കുന്ന യൂട്ടൻസിലായിരിക്കണം. അപ്പൊ ഇവയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ പാടില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് they are distinctly marked by different colors. പ്രീ റോ മെറ്റീരിയൽ റിസീവിംഗ് സെക്ഷനിൽ ഉപയോഗിക്കുന്ന ക്രൈറ്റ്സിനും യൂട്ടൻസിൽസിനും ഒക്കെ ഒരു കളർ, പ്രീ പ്രോസസിംഗിലേക്ക് ഒരു കളർ, പ്രോസസിംഗിലെ ഒരു കളർ, ഇങ്ങനെ ഡിസ്റ്റിങ്ക്ട് ആയിട്ട് കളർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കാം. There are separate washing area for utensils of pre-processing and യൂട്ടൻസിൽസ് പ്രോസസിംഗ് ഏരിയയിലെയും പ്രീ പ്രോസസിംഗ് ഏരിയയിലെയും യൂട്ടൻസിൽസ് വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഏരിയാസ് നമ്മൾ ഉണ്ടായിരിക്കണം. അല്ലാതെ പ്രീ പ്രോസസിംഗ് ഏരിയയിലെ സാധനങ്ങളെല്ലാം കൂടെ പ്രോസസിംഗ് ഏരിയയിൽ കൊണ്ടുവന്ന് കഴുകുക, അങ്ങനെ ഒരു ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാവും. അവിടെ നിന്ന്
ഇതാണ് ഒരു ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് 4ാമത്തെ പോയിന്റ്, മെയിൻ്റനൻസ് ഓഫ് ഹാൻഡ് വാഷിംഗ് ആൻഡ് സാനിറ്റൈസിങ് ആൻഡ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. എൻട്രി പോയിന്റിൽ ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റീസ് എന്താണ്? ടോയ്ലറ്റ്സുമായിട്ട് ചേർന്നും ചേഞ്ച് റൂമിനോടുമായിട്ട് ചേർന്നും എന്താണ് ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. പ്രീ പ്രോസസിംഗ് ആൻഡ് പ്രോസസിംഗ് ഏരിയയിലോട്ട് കയറുന്നതിന് മുമ്പ് എന്താണ് ഹാൻഡ് വാഷിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. എന്ത് വെച്ചിട്ടാണ്? സോപ്പ് ഉപയോഗിച്ചിട്ട് കൈ കഴുകി അതിനുശേഷം ഹാൻഡ് ഡിപ്പ് ഇട്ടതിന് ശേഷം ഹാൻഡ് ഡിപ്പിൽ പിന്നെ എന്ത് ചെയ്യുന്നു? കൈ മുക്കിയതിനു ശേഷം എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രോസസിംഗ് ഹാളിലേക്ക് കയറുന്നത്. അപ്പൊ ഈ എൻട്രി പോയിന്റിൽ എല്ലായിടത്തും എന്താണ് നന്നായിട്ട് എന്നാൽ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഹാൻഡ് ഡിപ്പ് ഉണ്ടായിരിക്കണം, ഫുഡ് ഡിപ്പ് ഉണ്ടായിരിക്കണം, കൈ സോപ്പിട്ട് കഴുകാനുള്ള ഒരു ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഇതെല്ലാം നമുക്കവിടെ ഓരോ ഏരിയാസിലും ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ ഈ റെസ്റ്റ് റൂം, ഈ വർക്കേഴ്സിന് റെസ്റ്റ് റൂം അനുവദിച്ചിട്ടുണ്ടാകും. ആ റെസ്റ്റ് റൂമിനുമായിട്ട് ചേർന്ന് സെപ്പറേറ്റ് പിന്നെ ടോയ്ലറ്റ്സ് ഉണ്ടാകും. ചേഞ്ച് റൂംസിനോടും ചേർന്ന് റെസ്റ്റ് റൂമിനോടും ചേർന്നിട്ട് എന്താണ് ഈ പിന്നെ സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ എല്ലാ ടോയ്ലറ്റ്സും എന്താണ് ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കണം. എന്തായാലും ശരി, ഇതെല്ലാം കഴിഞ്ഞ് പ്രോസസിംഗ് ഹാളിലോട്ടും പ്രീ പ്രോസസിംഗ് ഹാളിലോട്ടും കയറുന്നതിന് മുമ്പ് കൈയെല്ലാം നന്നായിട്ട് സോപ്പിട്ട് കഴിയതിനു ശേഷം പിന്നെ ഹാൻഡ് ഡിപ്പിൽ കൈ മുക്കിയതിനു ശേഷമാണ് നമ്മൾ പ്രോസസ് പ്ലാന്റിലോട്ട് കയറുന്നത്. അതാണ് മെയിൻ്റനൻസ് ഓഫ് ഹാൻഡ് വാഷിംഗ് ആൻഡ് സാനിറ്റൈസിംഗ് ആൻഡ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എന്നുള്ള പോയിന്റ് നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ഈസ് പ്രൊട്ടക്ഷൻ ഫ്രം അഡൾട്ടറൻസ്. എന്താണ് ഈ അഡൾട്ടറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രോസസ്സിംഗ് പ്ലാന്റിൽ ഒരുപാട് മെഷീനറീസ് ഉപയോഗിക്കുന്നുണ്ട്. ആ മെഷീനറീസുമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ഫ്യൂവൽസ് ഉപയോഗിക്കുന്നുണ്ട്, ലൂബ്രിക്കൻസ് ഉപയോഗിക്കുന്നുണ്ട്, പെസ്റ്റിസൈഡ്സ് പെസ്റ്റിനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ക്ലീനിങ് കോമ്പൗണ്ട്സ് ഉണ്ട്, സാനിറ്റൈസിങ് ഏജൻസ് ഉണ്ട്, അതർ കെമിക്കൽസ് ഒരുപാടുണ്ട്. ഈ കെമിക്കൽസ് ഒക്കെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ എന്താണ് നമ്മുടെ ഫുഡിലേക്ക് വന്നുപെടാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഫുഡിനെ എപ്പോഴും നമ്മൾ പ്രോസസ് ചെയ്യുന്ന ഫുഡിനെ, ഫുഡ് കോണ്ടാക്ട് സർഫസസിനെയും ഇതിൽ നിന്നെല്ലാം സംരക്ഷിച്ചു നിർത്തണം. ലൂബ്രിക്കൻസ് വന്ന് വീഴാൻ പാടില്ല. എന്താണ് പെസ്റ്റിസൈഡ്സോ ഫ്യൂവൽസോ അതൊന്നും തന്നെ നമ്മുടെ ഫുഡിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊട്ടക്ഷൻ ഫ്രം അഡൾട്ടറൻസ് കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് എല്ലാം പ്രോപ്പറായിട്ട് ലേബ് ചെയ്ത് ഒരു പെട്ടെന്ന് വേറൊരു സെപ്പറേറ്റ് സ്റ്റോറേജിൽ കൊണ്ടുവന്ന് വെക്കണം. ആ സ്റ്റോറേജിന്റെ ഓപ്പണിംഗ് ഒന്നും നമ്മുടെ പ്രോസസിംഗ് ഹാളിലേക്ക് തുറക്കുന്ന തരത്തിലുള്ളതൊന്നും ആയിരിക്കരുത്. എല്ലാം അവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന തരത്തിലായിരിക്കണം. പിന്നെന്താണ് 6ാമത്തെ പോയിന്റ് എന്താണ്? പ്രോപ്പർ ലേബലിംഗ് സ്റ്റോറേജ് ആൻഡ് യൂസ് ഓഫ് ടോക്സിക് കോമ്പൗണ്ട്സ്. ഈ പറഞ്ഞ പോലെ ടോക്സിക് കോമ്പൗണ്ട്സും കെമിക്കൽസും എല്ലാം ഒരു സ്റ്റോർ റൂമിൽ പ്രോപ്പറായിട്ട് ലേബൽ ചെയ്ത് വെക്കണം. എല്ലാം കറക്റ്റ് ലേബലിംഗ് ഉണ്ടാവും, മാറിപ്പോരുത്. സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് തന്നെ ആയിരിക്കണം. അപ്പൊ അത് മാർക്ക് ചെയ്തിരിക്കണം. പ്രോപ്പർ ലേബലിംഗ് ഇതിനെല്ലാ കോമ്പൗണ്ട്സിനും ഉണ്ടായിരിക്കണം. കൺട്രോൾ ഓഫ് എംപ്ലോയി ഹെൽത്ത് കണ്ടീഷൻ 7ാമത്തെ പോയിന്റ് ആണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളതാണ്, ഒരു വർക്കറെ ഒരു ജോലിക്കാരനെ ഇവിടെ പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് എന്താണ് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തണം. ഒരു മെഡിക്കൽ പ്രാക്ടീഷണറെ കൊണ്ട് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി അദ്ദേഹത്തിന് നല്ല ആരോഗ്യമാണോ, ഹീസ് ഇൻ ഗുഡ് ഹെൽത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടേജിയസ് ഡിസീസസ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എക്സാമിൻ ചെയ്യണം. അപ്പൊ മോശമായ ഹെൽത്ത് ഉള്ളതും എന്താണ് സാംക്രമിക രോഗങ്ങളും എന്തെങ്കിലും ഉള്ളവരാണോ എങ്കിലും നമ്മൾ പ്രോസസിംഗ് ആണെങ്കിൽ അതിനകത്ത് അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ് ഇവരിൽ നിന്ന് എന്താണ് ഈ ബാക്ടീരിയാസ് നമ്മുടെ ഫുഡിലേക്ക് കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെയൊന്നും നമ്മൾ അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. ഗുഡ് ഹെൽത്തും കണ്ടേജിയസ് ഡിസീസസും ഒന്നും ഇല്ലാത്ത ആൾക്കാരെ മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെന്താണ് പീരിയോഡിക് ഹെൽത്ത് ചെക്കപ്സ് നടത്തണം. എല്ലാ വർക്കേഴ്സിനും എന്താണ് പീരിയോഡിക് ഹെൽത്ത് ചെക്കപ്സ് നടത്തി അവർക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് കാർഡ് എപ്പോഴും അവരുടെ ഹെൽത്ത് കാർഡ് നമ്മളൊരു ഫയൽ ചെയ്ത് സൂക്ഷിക്കണം. അവരുടെ പീരിയോഡിക് ചെക്കപ്പും അവരുടെ അസുഖ കാര്യങ്ങളെല്ലാം വിവരങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. 8ാമത്തെ പോയിന്റ് ആണ് എക്സ്ക്ലൂഷൻ ഓഫ് പെസ്റ്റ് ഫ്രം ദ പ്ലാന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലതരത്തിലുള്ള രോഗങ്ങളും സാധനങ്ങളും ഒക്കെ കൊണ്ടുവരും. ആരാണ് ഈ പെസ്റ്റുകളും റോഡൻസും ഒക്കെ. അപ്പം ഒരു കാരണവശാലും ഈ റോഡൻസ് ഒന്നും നമ്മുടെ ഫാക്ടറിയിലേക്ക് കയറാൻ അനുവദിക്കരുത്. 2 പെസ്റ്റ് ലൈക്ക് ഫ്ലൈസ്. അപ്പൊ എല്ലാ പ്രോസസിംഗ് പ്ലാന്റിന്റെയും പ്ലാന്റിലോട്ട് കയറുന്ന എല്ലാ ഡോറുകളും പ്രോപ്പർ എയർ കർട്ടൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിന്റെയും മുന്നിൽ ഫ്ലൈ ക്യാച്ചർ ഉണ്ടായിരിക്കും. ഫ്ലൈ ക്യാച്ചേഴ്സ് ഫ്ലൈസിനെ ക്യാച്ച് ചെയ്ത് കില്ല് ചെയ്യുന്നതിനുള്ള ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ഫ്ലൈ ക്യാച്ചേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ റോഡൻസ് ട്രാപ്സ് പല മേഖലകളിൽ നമ്മൾ വെച്ച് റോഡൻസിനെ എല്ലാം കളയണം. ഡ്രെയിനേജ് എല്ലാം ഗ്രില്ല് ചെയ്ത് വെക്കണം, റോഡൻസ് ഒന്നും കയറാത്ത രീതിയിൽ. അപ്പൊ ദീസ് ആർ ദ 8 സാനിറ്റേഷൻ കീസ്.
സ്റ്റാൻഡേർഡ് സാനിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിലെ SOPസിലെ 8 കീ സാനിറ്റേഷൻ പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. അപ്പം നെക്സ്റ്റ് അടുത്ത ഒരു ചെറിയ ഭാഗം ക്ലോറിനേഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സീ ഫുഡ് എക്സ്പോർട്ടിങ്ങിനെ പറ്റി സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രോസസ് വാട്ടർ എപ്പോഴും എന്താണ് ഡിസിൻഫെക്ട് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ആ ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സീ ഫുഡ് ഫാക്ടറിയും വളരെ വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. ഇറ്റ്സ് എ വൈഡ്ലി യൂസ്ഡ് ഡിസിൻഫെക്റ്റന്റ് ആണ്. വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റന്റ് ആണ്. പ്രോസസ് വാട്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ വാഷിങ്ങിന് വേണ്ടിയിട്ട് ടേബിൾസ്, ഈ പ്രോസസ്സിംഗ് ടേബിൾ വാഷ് ചെയ്യാൻ, ഫ്ലോർ, വാൾസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി, യൂട്ടൻസിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹാൻഡ് ടിപ്പിലും ഫുഡ് ടിപ്പിലും ഒക്കെ ഈ ക്ലോറിൻ സൊല്യൂഷനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എല്ലായിടത്തും ഓരോ മേഖലയിലും അവിടെ ബാക്ടീരിയൽ സൈഡൽ ആക്ഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ബാക്ടീരിയൽ സൈഡൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാക്ടീരിയ ഡിസിൻഫെക്ഷൻ. ബാക്ടീരിയൽ സൈഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയയെ കൊല്ലുന്ന ആക്ഷൻ. ബാക്ടീരിയ സൈഡൽ ആക്ഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ക്ലോറിൻ അവൈലബിൾ ആയിരിക്കണം. സോ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്താണ്? ദ എമൗണ്ട് ഓഫ് ക്ലോറിൻ, എന്താണ്? എമൗണ്ട് ഓഫ് ക്ലോറിൻ അവൈലബിൾ ഫോർ ബാക്ടീരിയ സൈഡൽ ആക്ഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അവൈലബിൾ ക്ലോറിൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ വാട്ടർ ഡിസിൻഫെക്ട് ചെയ്യുമ്പോൾ ക്ലോറിൻ ഉപയോഗിച്ച്, അതായത് സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഈ വാട്ടർ നമുക്കറിയാം കെമിക്കലി ഇംപ്യൂർ ആണ്. എല്ലാ വെള്ളവും കെമിക്കലി ഇംപ്യൂർ ആണ്. അതിനകത്ത് ഒരുപാട് ഓർഗാനിക് മാറ്ററും എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറെ അധികം ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ഈ ഓർഗാനിക് മാറ്ററുമായിട്ട് ചേരുന്നു. ഓർഗാനിക് മാറ്ററുമായിട്ട് ചേരുകയും അങ്ങനെ അങ്ങ് നഷ്ടമാവുകയും ചെയ്യുന്നു. കുറേയധികം ക്ലോറിന് ഓർഗാനിക് മെറ്റീരിയലുമായിട്ട് ചേരുകയും സംയോജിച്ചു പോകുന്നു. ബാക്കി എത്രത്തോളം ക്ലോറിനാണ് ആ വെള്ളത്തിലുള്ളത്, ആ ക്ലോറിനാണ് നമുക്ക് ബാക്ടീരിയ സൈഡൽ ആക്ഷന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഒരു വാട്ടർ നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒഴിക്കുന്ന ക്ലോറിന്റെ 1% എന്താണ്? ഒരു പർട്ടിക്കുലർ എമൗണ്ട് എന്താണ്? അതിനുള്ളിലുള്ള ഓർഗാനിക് മാറ്ററുമായിട്ട് കമ്പൈൻ ചെയ്യുകയും അങ്ങനെ പോവുകയും ചെയ്യുന്നു. അപ്പോൾ ബാക്കിയുള്ള ക്ലോറിനാണ് ഇവിടെ ബാക്ടീരിയൽ കില്ലിങ്ങിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെയുള്ള ക്ലോറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അവൈലബിൾ ക്ലോറിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അടുത്ത ഒരു ടേബിൾ കാണിക്കാം. ആ ടേബിളിനകത്ത് നമ്മൾ എന്താണ്? ക്ലോറിനേഷൻ ചാർട്ടാണ്. നമ്മുടെ പ്രോസസ്സിംഗ് പ്ലാന്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ക്ലോറിന്റെ ലെവലാണ്. പ്രോസസ് വാട്ടറിൽ ഐസ്, ഗ്ലേസ് വാട്ടർ, ഹാൻഡ് ടിപ്പ്, ഫുഡ് ടിപ്പ്, യൂട്ടൻസിൽ, ഫ്ലോർ ക്ലീനിങ്ങിന്, ഡ്രെയിനേജിലും ഒക്കെ ക്ലീനിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ക്ലോറിൻ ലെവലാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് അവിടെ അത്രയും ഒരു ലെവൽ അവൈലബിൾ ക്ലോറിൻ ഉണ്ടായിരിക്കണം എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഈ അവൈലബിൾ ക്ലോറിൻ മായിട്ട് ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ അടുത്തു വരുന്ന പ്രാക്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അവൈലബിൾ ക്ലോറിൻ കണ്ടുപിടിക്കുന്നതിനുള്ള മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാക്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രോസസ് പ്ലാന്റിന്റെ വിവിധ ഏരിയയിൽ ഉപയോഗിക്കുന്ന ക്ലോറിന്റെ ലെവലുകൾ നമുക്ക് കാണാം. പ്രോസസ് വാട്ടറിൽ ബിലോ 2 ppm, ഐസ് ബിലോ 2 ppm, ഗ്ലേസ് വാട്ടർ ബിലോ 2 ppm, ഹാൻഡ് ഡിപ്പില് 20 ppm ഉണ്ടായിരിക്കണം, ഫുഡ് ഡിപ്പില് 100 ppm ആണ്, യൂട്ടൻസില് 50 ppm, ഫ്ലോറില് 200 ppm, ഡ്രെയിനേജില് 200 ppm. ആ ഒരു ലെവലിലാണ് ക്ലോറിൻ നമ്മളിവിടെ ഫാക്ടറികളിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓവറാൾ നമ്മൾ പ്ലാന്റിലെ ഇത് ചെയ്യുന്ന ഒരു ക്ലീനിങ് ഷെഡ്യൂളിനെ പറ്റിയിട്ട്, എങ്ങനെയാണ് ക്ലീനിങ് ഷെഡ്യൂൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഓരോ പ്രോസസ്സിംഗ് ഓപ്പറേഷന് മുൻപും ശേഷവും നമ്മൾ എന്താണ് പ്രോസസ്സിംഗ് ഹാളും ഫുഡ് കോണ്ടാക്ട് സർഫസസും എല്ലാം എക്യുപ്മെന്റ്സ് ദാറ്റ് കം ഇൻ കോണ്ടാക്ട് വിത്ത് ദ ഫുഡ് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യാം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി സ്റ്റാർട്ട് ഓഫ് work. All food contact surfaces including utensils and equipments are cleaned before start and end of work.
സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് നല്ല റെഡിയാക്കി വെക്കണം. അതിന് നമ്മളൊരു ക്ലീനിങ് പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട ക്ലീനിങ് ഷെഡ്യൂളാണ് നമ്മളിവിടെ കാണുന്നത്. ആദ്യം ക്ലീൻ ദ ഫുഡ് കോണ്ടാക്ട് സർഫസസ് വിത്ത് വാട്ടർ ആൻഡ് തറോലി സ്ക്രബ് യൂസിംഗ് ബ്രഷ് ഫോർ റിമൂവിംഗ് സ്ലൈം ആൻഡ് സോളിഡ് പാർട്ടിക്കിൾസ് ആൻഡ് വാഷ് വിത്ത് പോർട്ടബിൾ വാട്ടർ. ആദ്യം എന്ത് ചെയ്യുന്നു? നന്നായിട്ട് വെള്ളം അടിച്ചിട്ട് ഒരു സ്ക്രബ് ഉപയോഗിച്ചിട്ട് എന്താണ് ആ പാത്രങ്ങളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്ലൈമും സോളിഡ് പാർട്ടിക്കിൾസും എല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുന്നു. എന്നിട്ട് നല്ല വെള്ളം ഒഴിച്ച് കഴുകുന്നു. ഇതിനുശേഷം എന്താണ് സ്ക്രബ് വിത്ത് ആൽക്കലൈൻ ലിക്വിഡ് ഡിറ്റർജന്റ്. ഒരു ലിക്വിഡ് ഡിറ്റർജന്റ്, ഫോർ എക്സാമ്പിൾ ടീ പോൾ ഉപയോഗിച്ച് കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയതിനു ശേഷം വെള്ളം ഒഴിച്ച് പോർട്ടബിൾ വാട്ടർ ഉപയോഗിച്ച് കഴുകി കളയും. ദെൻ അപ്ലൈ ഡിസിൻഫെക്റ്റന്റ്, അതായത് ക്ലോറിനേറ്റഡ് വാട്ടർ. അപ്പം യൂട്ടൻസിൽസ് ഒക്കെ കഴുകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു 50 ppm ലെവലിലുള്ള ക്ലോറിൻ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് ഒഴിക്കുന്നത്. 15 മിനിറ്റ്സോളം എന്താണ് അത് ഒരു കോണ്ടാക്ട് ടൈം കൊടുക്കുന്നു. അത്രയും നേരം ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു. എന്ത് ചെയ്യുന്നു? എന്നിട്ട് അവസാനം ഫൈനൽ വാഷ് വിത്ത് വാട്ടർ, പോർട്ടബിൾ വാട്ടർ. അങ്ങനെ കഴുകി ഇത് എന്ത് ചെയ്യുന്നു? സൂക്ഷിച്ചു വെക്കുന്നു. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ ഇൻ ഫിഷ് പ്രോസസ്സിംഗ് പ്ലാന്റ്സിൽ നമുക്ക് പഠിക്കാം.